അപ്പോൾ മക്കളെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പെർസെൻറ്റേജിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ് ചെയ്യുന്നത്. ഫസ്റ്റ് പാർട്ടിൽ ആ ഒരു കോൺസെപ്റ്റ് എന്താണെന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് പെർസെൻറ്റേജ് എന്നും അവിടെ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും അതുമായി ബന്ധപ്പെട്ട ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞിരുന്നു. ഇന്ന് നമ്മൾ അതുമായി ബന്ധപ്പെട്ട കുറച്ച് കൂടുതൽ ചോദ്യങ്ങൾ ചെയ്യുകയാണ്. അപ്പോൾ കുറച്ചുകൂടെ ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ കാര്യങ്ങൾ നമ്മൾ അതിൽ നിന്ന് പഠിക്കും, ചില പുതിയ കാര്യങ്ങൾ നമ്മൾ അതിൽ നിന്ന് പഠിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്ത് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് സമയം കളയേണ്ട ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. മക്കളെ ഇതാണ് ആദ്യത്തെ ചോദ്യം. എടാ എന്താ പറഞ്ഞിരിക്കുന്നത്? ദ പോപ്പുലേഷൻ ഓഫ് എ ടൗൺ ഈസ് 12,420. ഒരു നഗരത്തിലെ ജനസംഖ്യ 12,420 ആണ്. ഇഫ് ഇറ്റ് ഇൻക്രീസസ് 15% ഇൻ ദ ഫസ്റ്റ് ഇയർ, ആദ്യത്തെ വർഷം അത് 15% കൂടി, അടുത്ത വർഷം അത് 10% കുറഞ്ഞു, ആൻഡ് ഡിക്രീസസ് 10% ഇൻ ദ സെക്കൻഡ് ഇയർ. വാട്ട് വാസ് ദ പോപ്പുലേഷൻ ഓഫ് ദ ടൗൺ 2 years ago? നമുക്കിപ്പോൾ തന്നേക്കുന്നത് 12,420. അത് ഈ വർഷത്തേതാണ്. ഞാനിപ്പം ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് 2024 അപ്പോൾ 2024 പോപ്പുലേഷൻ ആണെന്ന് വിചാരിക്കുക. ഞാൻ ചുമ്മാ ഒരു റെഫറൻസിനാണ് ഈ 2024 പറഞ്ഞത്. ഏത് വർഷം വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇവിടെ 2024 പോപ്പുലേഷനാണ് 12,420. 2 വർഷം മുമ്പ്, അപ്പോൾ 2023, 2022 പോപ്പുലേഷൻ എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? ഇവിടെ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു വർഷമായി, വീണ്ടും ഒരു വർഷം, 2 വർഷം മുമ്പത്തെ പോപ്പുലേഷൻ എത്രയാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ സാധാരണ ഈ 2 വർഷം മുമ്പത്തെ പോപ്പുലേഷനെ എക്സ് ആയിട്ടൊക്കെ എടുത്ത് ചെയ്യും. പക്ഷേ വേണ്ട, നമുക്ക് എക്സ് ഉപയോഗിക്കാതെ തന്നെ പെർസെൻറ്റേജിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്, എടാ ഈ 2 വർഷം മുമ്പത്തെ പോപ്പുലേഷനെ ഞാൻ 100 അസ്യൂം ചെയ്യുന്നു, ഓർ 100% ആയിട്ട് ഞാൻ എടുക്കുന്നു. അപ്പോൾ ഈ 2022 നിന്ന് 2023 വരുമ്പോൾ സംഭവിച്ച കാര്യം എന്താ? ഇഫ് ഇറ്റ് ഇൻക്രീസസ് 15% ഇൻ ദ ഫസ്റ്റ് ഇയർ, ആദ്യത്തെ വർഷം 15% ഇത് കൂടി. ഓക്കെ, അടുത്ത വർഷം എന്താ സംഭവിച്ചേ? 10% കുറഞ്ഞു. യെസ്. എടാ 2022 എന്തുകൊണ്ടാണ് ഇനി അത് വേറൊരു കാര്യം, എന്തുകൊണ്ടാണ് ഈ 2022 100 എടുത്തത്? കാരണം ഇപ്പോഴത്തെ പോപ്പുലേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. 2024 പോപ്പുലേഷൻ എത്ര? 12,420. 2 കൊല്ലം മുമ്പത്തെ പോപ്പുലേഷനാണ്. അപ്പോൾ ഇത് എന്താ സംഭവിച്ചത്? ഇത് എങ്ങനെയാണ് ഈ 12,420 വന്നേക്കുന്നതെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. എന്താ? ആദ്യത്തെ വർഷം 15% കൂടി, അടുത്ത വർഷം 10% കുറഞ്ഞിട്ടാണ് 12,420 ഇപ്പോൾ വന്ന് കിടക്കുന്നത്. അതായത് ഇപ്പോഴത്തെ പോപ്പുലേഷൻ. മനസ്സിലായോ? എടേ ഇപ്പോഴത്തെ പോപ്പുലേഷൻ 12,420. അതെങ്ങനെയാണ് വന്നേ? 2 കൊല്ലം മുമ്പത്തെ പോപ്പുലേഷന് ആദ്യം 15% കൂടി, പിന്നെ 10% കുറഞ്ഞാണ് ഈ സാധനം ഉണ്ടായത്. ഏത്? ഈ 12,420. അപ്പം നമുക്ക് ഈ 12,420 മുൻപ് 2 കൊല്ലം മുമ്പത്തെ പോപ്പുലേഷനാണ് കണ്ടുപിടിക്കണ്ടേ. അത് നമുക്ക് എത്രയെന്ന് അറിയത്തില്ല. അതിനെ ഞാൻ 100 അങ്ങ് എടുത്തു. ഓക്കെ, 100 ഞാൻ അങ്ങ് അസ്യൂം ചെയ്തു. ഇത് ഞാൻ അസ്യൂം ചെയ്ത വാല്യൂ ആണ്. എക്സിന് പകരം ഞാൻ 100 അസ്യൂം ചെയ്തു. എടാ 100 ആണെങ്കിൽ ഇവിടെ ഇങ്ങോട്ട് വന്നപ്പോൾ ആദ്യത്തെ ചേഞ്ച് എത്ര? 15% കൂടി. മക്കളെ 15% കൂടിയെന്ന് പറഞ്ഞാൽ പെർസെൻറ്റേജിന് കഴിഞ്ഞ ക്ലാസ് നമ്മളിതൊക്കെ വിശദമായി പറഞ്ഞാൽ 115%. 15% കൂടിയെന്ന് പറഞ്ഞാൽ 115%. ഇൻറ്റു വീണ്ടും എന്താണ് സംഭവിച്ചത്? 10% കുറഞ്ഞു. ഏതിന് 10% കുറഞ്ഞു? ഇതിന് മൊത്തത്തിലാണ് 10% കുറയുന്നത്. 100 കൂടി 115 അതിന് മൊത്തത്തിൽ അടുത്ത വർഷത്തെ പോപ്പുലേഷൻ നോക്കുമ്പോൾ ഈ ഫസ്റ്റ് ചേഞ്ച് ഉൾപ്പെടെ എല്ലാത്തിനും കൂടെ ആണ് 10% കുറയുന്നത്. അതായത് ഇതിന് മൊത്തത്തിൽ 10% കുറഞ്ഞു എന്ന് പറയുമ്പോൾ എത്ര? 90%. 90%. ഓക്കെ ആണോ? അതെ. എടാ അങ്ങനെയാണ് നമുക്ക് ശരിക്കും എത്ര കിട്ടിയത്? ഈ 12,420 കിട്ടിയത്. ശരിയാണോ മക്കളെ? അതെ. അപ്പം ഞാൻ ഇത് സോൾവ് ചെയ്യാൻ പോവാം. ഈ 100 വെട്ടിപ്പോയല്ലോ. ഈ 0 പോവും. 10 ഇവിടെ 2 പ്രാവശ്യം. ഇവിടെ എത്ര? 23. അപ്പോൾ എത്ര കിട്ടൂടാ? 23 × 9/2 കിട്ടും. ശരിയാണോ മക്കളെ? അതെ. എടാ 23 × 9/2 പറയുന്നതാണ് എത്ര? 12,420 ആണേ. നമ്മുടെ പ്രശ്നം എപ്പോൾ തീരും? എന്ത് കണ്ടുപിടിച്ചാൽ നമ്മുടെ പ്രശ്നം തീരും? 100 കണ്ടുപിടിച്ചാൽ നമ്മുടെ പ്രശ്നം തീരും. കാരണം നമ്മൾ 2 കൊല്ലത്തെ പോപ്പുലേഷനെ 100 എടുത്തേക്കുന്നത്. ഇപ്പം നമുക്ക് കിട്ടിയേക്കുന്നത് 23 × 9/2 ഞാൻ ഇതിൽ നിന്ന് ഒന്നങ്ങ് കണ്ടുപിടിക്കാൻ പോവാം. ഒന്നെങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഈ സാധനത്തിനെ ഇതുകൊണ്ട് ഹരിച്ചാൽ മതി. 12,420 ഇപ്പം ഇതുകൊണ്ട് ഹരിച്ചാൽ എനിക്ക് എത്ര കിട്ടും? 1ൻ്റെ വാല്യൂ കിട്ടും. അതായത് 12,420
ഭിന്നസംഖ്യ കൊണ്ട് ഹരിക്കാൻ പറഞ്ഞാൽ തിരിച്ചിട്ട് ഗുണിക്കണം. അപ്പോൾ താഴെ കിടക്കുന്ന 2 മുകളിൽ പോവും, മുകളിൽ കിടക്കുന്ന 23 × 9 താഴെ വരും. ശരിയാണോ? അതെ. നമുക്കിതിനെ 9 കൊണ്ട് ഹരിച്ചുകൂടെ മക്കളെ? കാരണം അക്കങ്ങൾ തമ്മിൽ കൂട്ടി നോക്കുമ്പോൾ 9 കിട്ടും. 2 1 3, 3 4 7 2 9. 9 കൊണ്ട് ഹരിക്കുമ്പോൾ എത്ര കിട്ടൂടാ? 9 12ൽ ഒരു പ്രാവശ്യം, പിന്നെ ബാക്കി എത്ര ഉണ്ട്? 3 3 4 ആകുമ്പോൾ 34. 9 3 പ്രാവശ്യം ആകുമ്പോൾ എത്രയായി? 27. പിന്നെ 7 ഉണ്ട്, അപ്പോൾ 8 1380 കിട്ടും. എടാ 1380 23ൽ എത്ര പ്രാവശ്യം? 3 6 18 6 പ്രാവശ്യം. അപ്പോൾ എത്ര കിട്ടും? 60. 60 × 2 എത്ര മക്കളെ? 120. എടാ 1 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടി? 1 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടി? 120. മക്കളെ 1 120 കിട്ടിയടാ. ഇനി എന്തുവാ കണ്ടുപിടിക്കേണ്ടത്? എന്തുവാ? വാട്ട് വാസ് ദ പോപ്പുലേഷൻ ഓഫ് ദ ടൗൺ? പോപ്പുലേഷൻ ഓഫ് ദ ടൗണിനെ നമ്മൾ 100 ആയിട്ടല്ലേ എടുത്തേക്കുന്നത്? അതെ. 1 120 ആണ്. അപ്പോൾ 100 എത്ര? 120 × 100. 120ൻ്റെ അപ്പുറത്ത് 2 0 കൊടുക്കുക. 120ൻ്റെ അപ്പുറത്ത് 2 0 കൊടുക്കുമ്പോൾ എത്ര കിട്ടൂടാ? 12,000. ശരിയാണോ? യെസ്. വളരെ എളുപ്പം നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ 2 കൊല്ലത്തെ പോപ്പുലേഷനെ 100 ആയിട്ട് എടുത്തിട്ട് നമുക്ക് ഈസി ആയിട്ട് ഇത് ചെയ്യാം. ഓക്കെ. അടുത്ത ചോദ്യം എന്താണ്? 2 numbers are less than a third number by 30% and 37%. How much percent is the second number less than by the first? എടാ നമുക്ക് മൊത്തം 3 നമ്പർ ഉണ്ട്. ഫസ്റ്റ് നമ്പർ, സെക്കൻഡ് നമ്പർ, തേർഡ് നമ്പർ. ഈ ആദ്യത്തെ 2 നമ്പറിനെ നമ്മൾ കമ്പയർ ചെയ്യുന്ന മൂന്നാമത്തെ നമ്പറിനെ വെച്ചോണ്ടാണ്. 2 numbers are less than a third number. മൂന്നാമത്തെ നമ്പറിനെ വെച്ചുകൊണ്ടാണ് ഇത് ചെറുതാന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്? 2 numbers are less than a third number by 30% and 37%. അപ്പം ഈ തേർഡ് നമ്പറിനെ ഞാൻ 100 ആയിട്ട് അങ്ങ് എടുത്തു. കാരണം അതിനെ വെച്ചുകൊണ്ടാണല്ലോ ബാക്കിയുള്ളതിനെ കമ്പയർ ചെയ്യുന്നത്. ഇവിടെ തേർഡ് നമ്പറിനെ ഞാൻ 100 ആയിട്ട് എടുത്താൽ ഫസ്റ്റ് നമ്പർ എത്ര ആയിരിക്കും? അതിനേക്കാൾ 30% കുറവായിരിക്കും. അപ്പോൾ എത്ര ആയിരിക്കും? 70 ആയിരിക്കും. സെക്കൻഡ് നമ്പർ എത്ര ആയിരിക്കും? ഈ തേർഡ് നമ്പറിനേക്കാളും 37% ചെറുതായിരിക്കും. അപ്പോൾ എത്ര ആയിരിക്കും? 100 - 37 എത്ര കിട്ടൂടാ? 63. അപ്പം ഇതായിരിക്കും ഈ നമ്പർ തമ്മിലുള്ള റേഷ്യോ. 70:63:100. ചോദ്യം എന്തുവാ? ഹൗ മച്ച് പെർസെൻറ്റ് ഇസ് ദ സെക്കൻഡ് നമ്പർ ലെസ് ദാൻ ബൈ ദ ഫസ്റ്റ്? ഹൗ മച്ച് പെർസെൻറ്റേജ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ ഇത് തമ്മിലുള്ള വ്യത്യാസം എടുത്തിട്ട് 7% എന്ന് പറയരുത്. ഹൗ മച്ച് പെർസെൻറ്റ് ഇസ് ദ സെക്കൻഡ് നമ്പർ ലെസ് ദാൻ ബൈ ദ ഫസ്റ്റ്? സെക്കൻഡ് നമ്പർ ഫസ്റ്റ് നമ്പറിനേക്കാൾ എത്ര ചെറുതാണ്? 70നേക്കാൾ 63 എത്ര ചെറുതാണ്? 7 ചെറുതാണ്. പക്ഷേ 7% എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താ? വിത്ത് റെസ്പെക്ട് ടു 100 ഓർ ഔട്ട് ഓഫ് 100. എടാ 70നേക്കാൾ 7 ചെറുതാണ്. ഹൗ മച്ച് പെർസെൻറ്റ് ഇസ് ദ സെക്കൻഡ് നമ്പർ ലെസ് ദാൻ ബൈ ദ ഫസ്റ്റ്? ഫസ്റ്റ് നമ്പറിനേക്കാളും എത്ര ചെറുതാണ്? 7. അത് ഫസ്റ്റ് നമ്പറിൻ്റെ എത്ര ശതമാനം? ഹൗ മച്ച് പെർസെൻറ്റ് ഇസ് ദ സെക്കൻഡ് നമ്പർ ലെസ് ദാൻ ബൈ ദ ഫസ്റ്റ്? ഫസ്റ്റ് നമ്പറിനേക്കാൾ എത്ര ശതമാനം ചെറുതാണ്? സോ വിത്ത് റെസ്പെക്ട് ടു ഫസ്റ്റ് നമ്പർ. അപ്പം 7 ഡിവൈഡഡ് ബൈ 70 × 100. 70ൻ്റെ എത്ര ശതമാനം ചെറുതാണ്? 63. 70ൻ്റെ 7% അല്ല. 70ൻ്റെ 7% കണ്ടുപിടിച്ചാൽ 7 കിട്ടുമോ? ഇല്ല. 70ൻ്റെ എത്ര ശതമാനം കണ്ടുപിടിച്ചാൽ ഈ വ്യത്യാസമായ 7 കിട്ടും? അതാ കണ്ടുപിടിക്കണ്ടേ. 70ൻ്റെ എത്ര ശതമാനം കണ്ടുപിടിക്കണം? 10%. അതെങ്ങനെ കിട്ടും? ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. 7/7 1 × 10 10%. അല്ലെങ്കിൽ നമ്മൾ പെർസെൻറ്റേജിൽ ഒരു കാര്യം പഠിച്ചിട്ടുണ്ട്. എന്താണ്? പെർസെൻറ്റേജ് ചേഞ്ച് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഡിവൈഡഡ് ബൈ ബേസ് ഇൻറ്റു 100. എടാ എവിടെ നിന്നാണോ ഇൻക്രീസ് അല്ലെങ്കിൽ ഡിക്രീസ് ഉണ്ടാവുന്നത് അതിനെ ബേസ് എന്ന് വിളിക്കണം. എത്രയാണോ ഇൻക്രീസ് അല്ലെങ്കിൽ ഡിക്രീസ് ഉണ്ടാവുന്നത് അതിനെ ചേഞ്ച് എന്ന് വിളിക്കണം. പെർസെൻറ്റേജ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഡിവൈഡഡ് ബൈ ബേസ് ഇൻറ്റു 100. ചേഞ്ച് എത്ര മക്കളെ? 7. ബേസ് എത്രടാ? 70 × 100 എത്ര കിട്ടും? 10%. അപ്പോൾ ഈ ഒരു ഷോർട്ട് കട്ട് കൂടെ ഓർത്തിരിക്കുക. പെർസെൻറ്റേജ് ചേഞ്ച് കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷനാണ്. എവിടെ നിന്നാണോ ഇൻക്രീസ് അല്ലെങ്കിൽ ഡിക്രീസ് ഉണ്ടാവുന്നത് അതിനെ ബേസ് എന്ന് ഓർക്കുക. എത്രയാണോ ഇൻക്രീസ് അല്ലെങ്കിൽ ഡിക്രീസ് ഉണ്ടാകുന്നത് അതിനെ ചേഞ്ച് എന്ന് ഓർക്കുക. പെർസെൻറ്റേജ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഡിവൈഡഡ് ബൈ ബേസ് ഇൻറ്റു 100. ഓക്കെ ആണോ? സോ എത്ര ശതമാനം? 10%. യെസ്. സോ മക്കളെ അടുത്ത ചോദ്യം എടാ ഇച്ചിരി ലെങ്തി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ശ്രദ്ധിച്ചു നോക്കുക. ദർ ആർ 2 alloys consisting of zinc, copper and tin. ഇത് ഇച്ചിരി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. ഒരു ഡിഗ്രി നിലവാരത്തിലുള്ള പരീക്ഷകൾക്ക് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതേപോലെ ബാങ്ക്, SSC, റെയിൽവേ തുടങ്ങിയ പരീക്ഷകൾക്കുമൊക്കെ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിച്ച് കണ്ടിട്ടുണ്ട്. സോ നമുക്ക് ആദ്യം ചോദ്യം ഒന്ന് വായിക്കാം. അതിനുശേഷം അതിൽ നിന്ന് വേണ്ട കാര്യങ്ങൾ നമുക്ക് എടുത്ത് എഴുതാം. എന്നിട്ട് നമുക്കത് ചെയ്യാം. എടാ ദർ ആർ 2 alloys, 2 alloys ഉണ്ട്.
എന്തൊക്കെയാണ്? സിങ്കും കോപ്പറും ചേർത്തുണ്ടാക്കിയേക്കുന്ന 3 സാധനങ്ങൾ ചേർത്തുണ്ടാക്കിയേക്കുന്ന സിങ്ക്, കോപ്പർ ആൻഡ് ടിൻ. ഇത് 3ഉം ചേർത്തുണ്ടാക്കിയേക്കുന്ന 2 ടൈപ്പ് അലോയ് ഉണ്ട്. സോ ഫസ്റ്റ് അലോയിലും എന്തൊക്കെ ഉണ്ടാവും? സിങ്കും കോപ്പറും ടിന്നും ഉണ്ടാവും. സെക്കൻഡ് അലോയിലും എന്തുണ്ടാവും? സിങ്കും കോപ്പറും ടിന്നും ഉണ്ടാവും. ദ ഫസ്റ്റ് അലോയ് കണ്ടെയ്ൻസ് 25% സിങ്ക്. ഫസ്റ്റ് അലോയിൽ 25% സിങ്ക് ഉണ്ട്. ആൻഡ് ദ സെക്കൻഡ് അലോയ് കണ്ടെയ്ൻസ് 50% കോപ്പർ. രണ്ടാമത്തെ അലോയിൽ 50% കോപ്പറാണ്. The percentage of tin in the first alloy is twice that in the second alloy. The percentage of tin in the first alloy is twice that in the second alloy. സെക്കൻഡ് അലോയിലുള്ള ടിന്നിൻ്റെ പെർസെൻറ്റേജിൻ്റെ ഇരട്ടിയാണ് ഫസ്റ്റ് അലോയിലുള്ള ടിന്നിൻ്റെ പെർസെൻറ്റേജ്. ഓക്കെ. 400 kg of the first alloy and 600 kg of the second alloy are melted together. 400 കിലോയുള്ള ആദ്യത്തെ അലോയും 600 കിലോയുള്ള രണ്ടാമത്തെ അലോയും കൂടി ഉരുക്കുന്നു. The new alloy contains 28% tin. പുതിയ അലോയിൽ 28% ടിൻ ഉണ്ട്. How many kilograms of copper are there in the new alloy? പുതിയ അലോയിൽ എത്ര കിലോ കോപ്പർ ഉണ്ട്? ഇതാണ് ചോദ്യം. അപ്പോൾ നോക്കിക്കോ മക്കളെ, 2 അലോയാണ് നമുക്കുള്ളത്. അതിനകത്തിൽ എന്തൊക്കെയാണ് ഉള്ളത്? 2ലും സിങ്കും കോപ്പറും ടിന്നും. ഓക്കെയാണേ? യെസ്, ഇത് 3ഉമാണ് നമുക്ക് ഉള്ളത്. ഇനി ടോട്ടൽ പറഞ്ഞിട്ടുണ്ട് എത്ര? 400 kg ഓഫ് ദ ഫസ്റ്റ് അലോയ് ആൻഡ് 600 kg ഓഫ് ദ സെക്കൻഡ് അലോയ് ആർ മെൽറ്റഡ് ടുഗദർ. അപ്പോൾ നമുക്ക് എത്ര കിലോ പുതിയ അലോയ് കിട്ടും? 1000 കിലോ പുതിയ അലോയ്. അപ്പോൾ ഫസ്റ്റ് അലോയ് 400 kg, സെക്കൻഡ് അലോയ് 600 kg, രണ്ടും കൂടെ മെൽറ്റ് ചെയ്യുമ്പോൾ 1000 കിലോ പുതിയ അലോയ് നമുക്ക് കിട്ടും. ഇനി എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്? The first alloy contains 25% zinc. ഫസ്റ്റ് അലോയ് ഇതാണല്ലോ ഫസ്റ്റ് അലോയ്. അതെ, അതിനകത്തിൽ എന്തുണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്? 25% സിങ്ക് ഉണ്ട്. 25% എന്ന് പറയുമ്പോൾ 400ൻ്റെ 25%. 400ൻ്റെ 25% എത്ര? 25% കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ 25/100 അല്ലെങ്കിൽ 1/4, 4 കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പം സിങ്ക് എത്ര? 100. 400ൻ്റെ 25%. 100 കിട്ടത്തില്ലേ മക്കളെ? കിട്ടും. 400 kg ഓഫ് ദ ഫസ്റ്റ് അലോയ്. അപ്പോൾ അതിനകത്തിൽ എന്താണ്? ദ ഫസ്റ്റ് അലോയ് കണ്ടെയ്ൻസ് 25% സിങ്ക്. അപ്പോൾ 400ൻ്റെ 25% 100. ഇനി എന്താ? ആൻഡ് ദ സെക്കൻഡ് അലോയ് കണ്ടെയ്ൻസ് 50% കോപ്പർ. സെക്കൻഡ് അലോയ് കണ്ടെയ്ൻസ് 50% കോപ്പർ. സെക്കൻഡ് അലോയ് ടോട്ടൽ എത്ര? 600. അതിൻ്റെ 50% കോപ്പറാണ്. 600ൻ്റെ 50% എന്ന് പറയുമ്പോൾ എത്ര ആയിരിക്കും മക്കളെ? അതിൻ്റെ നേർപകുതി. 50% എന്ന് പറഞ്ഞാൽ നേർപകുതി എത്ര? 300 അല്ലേ? 50%. ദ പെർസെൻറ്റേജ് ഓഫ് ടിൻ ഇൻ ദ ഫസ്റ്റ് അലോയ് ഈസ് ട്വൈസ് ദാറ്റ് ഇൻ ദ സെക്കൻഡ് അലോയ്. പെർസെൻറ്റേജ് ഓഫ് ടിൻ ഇൻ ദ ഫസ്റ്റ് അലോയ് ഈസ് ട്വൈസ് ദാറ്റ് ഇൻ ദ സെക്കൻഡ് അലോയ്. അതായത് ഫസ്റ്റ് അലോയിലെ ടിന്നും സെക്കൻഡ് അലോയിലെ ടിന്നും തമ്മിലുള്ള പെർസെൻറ്റേജിൻ്റെ കാര്യമാണ് പറയുന്നത്. എന്താ? ദ പെർസെൻറ്റേജ് ഓഫ് ഫസ്റ്റ് അലോയ് ഈസ് ട്വൈസ് ദാറ്റ് ഇൻ ദ സെക്കൻഡ് അലോയ്. എടാ, സെക്കൻഡ് അലോയിൽ 1% ടിൻ ഉണ്ടെങ്കിൽ ഫസ്റ്റ് അലോയിൽ എന്തുണ്ടായിരിക്കും? 2% ഉണ്ടായിരിക്കും. The percentage of tin in the first alloy is twice that in the second alloy. സെക്കൻഡ് അലോയിൽ എത്രയുണ്ടോ അതിൻ്റെ ഇരട്ടി, അല്ലെങ്കിൽ സെക്കൻഡ് അലോയിൽ 1% ഉണ്ടെങ്കിൽ അതിൻ്റെ ഇരട്ടി 2% എന്തുണ്ടായിരിക്കും? ടിൻ ഉണ്ടായിരിക്കും. അപ്പോൾ ടിന്നിൻ്റെ പെർസെൻറ്റേജ് ആണ് ആ ഒരു കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കിയത്. ദ പെർസെൻറ്റേജ് ഓഫ് ടിൻ ഇൻ ദ ഫസ്റ്റ് അലോയ് ഈസ് ട്വൈസ് ദാറ്റ് ഇൻ ദ സെക്കൻഡ് അലോയ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് അലോയിൽ എത്ര ശതമാനം ടിൻ ഉണ്ടോ അതിൻ്റെ ഇരട്ടി എവിടെ ഉണ്ടായിരിക്കും? ഫസ്റ്റ് അലോയിൽ ഉണ്ടായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മക്കളെ ഇങ്ങോട്ട് നോക്കിക്കേടാ, നമുക്ക് ഫസ്റ്റ് അലോയ് മൊത്തം 600 അല്ലയോ? അതെ. സെക്കൻഡ് അലോയ് എത്ര? 400. അതായത് 600ൽ 1% ടിൻ ഉണ്ടെങ്കിൽ 400ൽ എത്ര ശതമാനം ടിൻ ഉണ്ടായിരിക്കും? 2%. എടാ, പെർസെൻറ്റേജും 2 പൂജ്യവും കണ്ടാൽ വെട്ടിക്കളയാം. അപ്പോൾ 1 × 6 6, അല്ലെങ്കിൽ 600ൻ്റെ 1% കണ്ടുപിടിച്ചാൽ മതി. പെർസെൻറ്റേജും 2 പൂജ്യവും കൂടെ വെട്ടിക്കളയാം. 4 × 2 8. മക്കളെ 8:6 അല്ലെങ്കിൽ 4:3 എന്ന റേഷ്യോ കിട്ടും. അപ്പോൾ ഇതായിരിക്കും ഫസ്റ്റിലെയും സെക്കൻഡിലെയും ടിൻ. അതായത് ഇവിടെ വരുന്ന വാല്യൂസ് ഉണ്ടല്ലോ ഈ ടിന്നിൻ്റെ, ഇത് തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 4:3. അപ്പോൾ ഈ ചോദ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് 4:3. 4:3 എങ്ങനെ വന്നു? എന്തുകൊണ്ട് ഞാൻ 2:1 എടുത്തില്ല? കാരണം 1%, 2% 1% എന്ന റേഷ്യോ എനിക്ക് ഇവിടെ കിട്ടിയല്ലോ. എന്തുകൊണ്ട് ഞാൻ അത് എടുത്തില്ല? കാരണം 600ഉം ഇത് രണ്ടും വ്യത്യസ്ത സംഖ്യകളാണ്. 400ഉം 600ഉം
ഇപ്പം 600-ന്റെ 1% 400-ന്റെ 1% തുല്യമല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ക്വാണ്ടിറ്റി വെച്ച് നോക്കിയത്. 600-ന്റെ 1% എന്ന് പറഞ്ഞാൽ 6 ആണെങ്കിൽ 400-ന്റെ 8% വേണം. അപ്പോൾ 8:6 അതിനെ ചെറുതാക്കിയാണ് നമ്മൾ 4:3 എന്നവിടെ എടുത്തത്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരരുത്. വെറുതെ ഇരുന്നൊന്ന് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. ഒരു സിനിമ കാണുന്ന പോലെ കണ്ടു കഴിഞ്ഞാൽ ഒന്നുകൂടെ ശ്രദ്ധിക്കുക. ഞാൻ വേണേൽ ആ ഒരു പോയിന്റ് ഒന്നുകൂടെ പറയാം. എടാ എന്താ പറഞ്ഞിരിക്കുന്നത്? ദ പെർസെൻറ്റേജ് ഓഫ് ടിൻ ഇൻ ദ ഫസ്റ്റ് അലോയി ഈസ് ട്വൈസ് ദാറ്റ് ഇൻ ദ സെക്കൻഡ് അലോയി. അതായത് ഫസ്റ്റ് അലോയിൽ എത്ര ശതമാനം ടിന്നുണ്ടോ അതിൻ്റെ ഇരട്ടി ഉണ്ടായിരിക്കണം. അതിൻ്റെ ഇരട്ടി പേഴ്സൻറ്റേജിൻ്റെ കാര്യമാണ് പറയുന്നത്, അല്ലാതെ ക്വാണ്ടിറ്റിയുടെ കാര്യമല്ല. അപ്പോൾ അതായത് 600-ന്റെ 1% ടിൻ ഉണ്ടെങ്കിൽ 400-ന്റെ 2% ടിൻ ഉണ്ടായിരിക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ 600-ന്റെ 1% എന്ന് പറഞ്ഞാൽ 6 കിട്ടും, 400-ന്റെ 2% എന്ന് പറഞ്ഞാൽ 8 കിട്ടും. 8:6 അതാണ് 4:3. ഈ ഒരു പോയിന്റ് ക്ലിയർ. ഈ ഒരു ചോദ്യത്തിനകത്തുള്ള ഒരു കൊളുത്ത് അല്ലെങ്കിൽ അതിനകത്തുള്ള ഒരു കോൺസ്റ്റന്റ് എന്ന് പറയുന്ന ഈ ഒരു കാര്യമാണ്. ഇത് ക്ലിയർ ആക്കിയാൽ നിങ്ങൾ രക്ഷപ്പെട്ടു. എടാ ഇനി എന്താ പറഞ്ഞേക്കുന്നത്? ദ ന്യൂ അലോയ് കണ്ടെയ്ൻസ് 28% ടിൻ. മക്കളെ, ന്യൂ അലോയ് എന്ന് പറയുമ്പോൾ 1000 കിലോയാണ്. അതിൽ 28% ടിന്നുണ്ട്. അപ്പോൾ ടോട്ടൽ ടിന്ന് നമുക്ക് കിട്ടും. ടോട്ടൽ ടിന്ന് എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 1000-ന്റെ 28%. 1000-ന്റെ 28% എത്ര മക്കളെ? 280. എടാ ടോട്ടൽ ടിന്നിൻ്റെ റേഷ്യോ നമുക്കറിയാം 4:3. ടോട്ടൽ ക്വാണ്ടിറ്റിയും അറിയാം 280. നമുക്ക് ടിന്നിൻ്റെ അളവ് കണ്ടുപിടിച്ചുകൂടായോ? കണ്ടുപിടിക്കാം. എത്ര? ഫസ്റ്റിലെ ടിൻ എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? ആകെ 250 ഉള്ളത്. അതിൽ ഫസ്റ്റിലെ ടിൻ എന്ന് പറയുമ്പോൾ 4/7 ആയിരിക്കും. എത്ര കിട്ടും? 160. സെക്കൻഡിലെ ടിൻ എത്ര ആയിരിക്കും? ആകെ 280 ഉള്ളത്. ഫസ്റ്റിലെ ടിന്നും സെക്കൻഡിലെ ടിന്നും തമ്മിലുള്ള റേഷ്യോ 4:3 ആണ്. സോ 3/7 എത്ര കിട്ടും? 120. 160ഉം 120. അപ്പോൾ ഇവിടെ 160, ഇവിടെ 120. ഇനി നമുക്ക് ഈ വാല്യൂ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. കാരണം എന്താ? എടാ എല്ലാം കൂടെ കൂട്ടിയാൽ 400. ഇപ്പോൾ ഈ 100ഉം 160 കൂടെ കൂട്ടിയപ്പോൾ 260 അപ്പോൾ ഈ വാല്യൂ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 400-ൽ നിന്ന് എത്ര കുറച്ചാൽ മതി? 260 കുറച്ചാൽ മതി. എത്ര കിട്ടും മക്കളെ? 140. അപ്പോൾ ഇതെനിക്ക് ഇവിടെ എഴുതാം. 140 കിട്ടി. ഇനി ചോദ്യം എന്തുവാ? ഹൗ മെനി കിലോഗ്രാംസ് ഓഫ് കോപ്പർ ആർ ദെയർ ഇൻ ദ മിക്സ്ചർ? ആർ ദെയർ ഇൻ ദ ന്യൂ അലോയ്? ഈ അലോയിലെ കോപ്പറിൻ്റെ അളവ് എത്ര? ഈ 300 140 കൂടെ കൂട്ടിയാൽ മതി. 300 140 കൂടെ കൂട്ടിയാൽ എത്ര കിട്ടും? 300 + 140 എത്ര കിട്ടും? 440 കിലോ. സോ 440 കിലോ എന്ന് നമുക്ക് ആൻസർ കിട്ടി. ശരിയാണോ? യെസ്, 440 കിലോ. അപ്പോൾ ഒന്നുകൂടെ കണ്ടു നോക്കുക. ചിലർക്ക് ആദ്യത്തെ കാഴ്ചയിൽ തന്നെ അങ്ങോട്ട് റെഡി ആവണമെന്നില്ല. പക്ഷേ ഒന്നുകൂടെ കണ്ടു കഴിഞ്ഞാൽ എളുപ്പമാണ്. നമ്മൾ ആ ഡേറ്റയെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് ഒരു ടേബിളാക്കി വെച്ച് അങ്ങ് ചെയ്തു കഴിഞ്ഞാൽ വളരെ എളുപ്പമായിട്ട് നമുക്ക് കിട്ടും. മക്കളെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അവിടെ ദിവ്യ സ്പെൻഡ്സ് 25% ഓഫ് ഹെർ മന്ത്ലി ഇൻകം ഓൺ പെട്രോൾ ആൻഡ് 2/3 ഓഫ് ദ റിമൈനിങ് ഇൻകം ഓൺ ഹൗസ് ഹോൾഡ് ഐറ്റംസ്. ഇഫ് ഷീ ലെഫ്റ്റ് വിത്ത് ₹1,800 വിത്ത് ഹെർ അറ്റ് ദി എൻഡ് ഓഫ് ദ മന്ത്, ഹൗ മച്ച് ഷീ സ്പെൻഡ് ഓൺ പെട്രോൾ? ദിവ്യ അവളുടെ വരുമാനത്തിൽ നിന്നും 25% പെട്രോളിന് വേണ്ടി ചിലവാക്കുന്നു, അല്ലേ? അപ്പം ദിവ്യയുടെ മന്ത്ലി ഇൻകം നമുക്കറിയത്തില്ല. ദിവ്യയുടെ മന്ത്ലി ഇൻകം ഞാൻ പറയുന്നത് 100 രൂപയെന്ന് വിചാരിക്കുക. അപ്പം ചിലർ ചോദിക്കും എന്തുകൊണ്ടാണ് ഈ 100 എടുത്തതെന്ന്. മക്കളെ, ശതമാനം എന്ന് പറഞ്ഞാൽ ഔട്ട് ഓഫ് 100 ആണ്. 100 ആണെങ്കിൽ എത്ര എന്ന് ചിന്തിക്കുന്നതാണ് ശതമാനം. 100-ൽ എത്ര എന്ന് ചിന്തിക്കുന്നതാണ് ശതമാനം. ഇൻ ടേംസ് ഓഫ് 100. അതുകൊണ്ടാണ് ഈ ചാടി കയറി 100-ലോട്ട് പോകുന്നത്. അപ്പോൾ ദിവ്യയുടെ മന്ത്ലി ഇൻകം എത്ര? 100. ദിവ്യ അതിൽ നിന്ന് പെട്രോൾ അടിക്കുന്ന എത്ര മക്കളെ? ദിവ്യ അതിൽ നിന്ന് പെട്രോൾ അടിക്കുന്ന എത്രടാ? 25. അപ്പോൾ പെട്രോൾ അടിച്ചു കഴിഞ്ഞാൽ ബാക്കി എത്ര രൂപയുണ്ട്? ബാലൻസ് എമൗണ്ട് എത്ര ഉണ്ട്? 75. 100 രൂപയാണ് പെട്രോൾ അടിച്ചത്, അല്ല 100 രൂപയാണ് മന്ത്ലി ഇൻകം. അതിൽ 25% പെട്രോൾ അടിച്ചു. ബാക്കി എത്ര ഉണ്ട്? 75 ഉണ്ട്. ബാക്കി എത്ര ഉണ്ട്? 75 ഉണ്ട്. ഇനി എന്താ? 2/3 ഓഫ് ദ റിമൈനിങ് ഇൻകം ഓൺ ഹൗസ് ഹോൾഡ് ഐറ്റംസ്. ഈ ബാലൻസ് വന്നതിൻ്റെ 2/3 ഹൗസ് ഹോൾഡ് ഐറ്റംസിന് വേണ്ടി ചിലവാക്കി. അപ്പോൾ എത്ര? 75 ബാക്കി വന്നത്. അതിൻ്റെ 2/3 2/3 എത്ര കിട്ടും? 25 × 2 എത്ര മക്കളെ? 50. 50 എന്തിനു വേണ്ടി ചിലവാക്കുന്നു? വീട്ടു ചിലവുകൾക്ക് വേണ്ടി ചിലവാക്കുന്നു. ഹൗസ് ഹോൾഡ് ഐറ്റംസ്. ബാക്കി എത്ര ഉണ്ട്? അതും കഴിഞ്ഞ് പിന്നെയും ബാലൻസ് എത്ര ഉണ്ട്? 75 50 പോയി കഴിഞ്ഞാൽ എത്ര ഉണ്ട്? 25. അപ്പോൾ എല്ലാം കഴിഞ്ഞ് ദിവ്യയുടെ കയ്യിലുള്ളത് എത്ര ആയിരിക്കും?
25 അതായത് ദിവ്യയ്ക്ക് 100 കിട്ടിയാൽ എല്ലാം കഴിഞ്ഞ് ദിവ്യയുടെ കയ്യിൽ കാണുന്നത് എത്ര ആയിരിക്കും? 25 ആയിരിക്കും. ആ 25 എന്ന് പറയുന്നതാണ് മക്കളെ എത്ര? 1800 അല്ലേ? കാരണം ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇഫ് ഷീ ലെഫ്റ്റ് വിത്ത് ₹1800, അതായത് എല്ലാ ചെലവും കഴിഞ്ഞ് അവിടെ കയ്യിൽ 1800 ഉണ്ട്. ചോദ്യം എന്താ? പെട്രോൾ അടിച്ചത് എത്ര? എടാ മക്കളെ ഈ 25 തന്നെ അല്ലയോടാ ഇതും. അപ്പോൾ രണ്ടും സെയിം അല്ലേ? അപ്പോൾ ഈ 25ഉം ഈ 25ഉം ഒന്നല്ലേ? അപ്പോൾ 25 1800 ആണെങ്കിൽ ഇത് എത്ര തന്നെ ആയിരിക്കും? 1800 തന്നെ ആയിരിക്കത്തില്ല. അതോ ഇങ്ങനെ എഴുതണോ? 25 1700 ആണെങ്കിൽ 25 എത്ര എന്ന് എഴുതണമെങ്കിൽ നിങ്ങളുടെ തലയ്ക്ക് ഓളമായിരിക്കത്തില്ലേ? എടാ രണ്ടും സെയിം അല്ലേ? പെട്രോൾ അടിച്ച തുക തന്നെയാണ് കയ്യിൽ ബാക്കി വന്നതും. സോ ആൻസർ എത്ര ആയിരിക്കും? 1800 തന്നെ ആയിരിക്കും. യെസ്, 1800. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. In a college election between two candidates, the candidate who got 62% of the votes won by 144 votes. The total number of votes is. അതായത് ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ആ തെരഞ്ഞെടുപ്പിൽ 2 കാൻഡിഡേറ്റ് ഉണ്ട്. അപ്പം തെരഞ്ഞെടുപ്പ് നടക്കുമ്പം എപ്പോഴും ഈ ചോദ്യത്തിൽ ഇൻവാലിഡ് വോട്ടിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ അസാധുവാക്കപ്പെട്ട വോട്ടുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. എന്ന് പറഞ്ഞാൽ അവിടെയുള്ള എല്ലാവരും വോട്ട് ചെയ്യാൻ വേണ്ടി വന്നു. അതായത് ടോട്ടൽ പോപ്പുലേഷൻ വോട്ടിങ്ങിൽ പങ്കെടുത്തു. അതായത് 100% എലിജിബിൾ വോട്ടേഴ്സ് എല്ലാവരും വോട്ട് ചെയ്തു. 2 പേരാ ഇലക്ഷൻ നിൽക്കുന്നത്. ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ. എടാ ഏതോ ഒരുത്തന് ദ കാൻഡിഡേറ്റ് ഹൂ ഗോട്ട് 62% വോട്ട്, ഇയാൾക്കാന്ന് വിചാരിക്കുക. ഇയാൾക്കാണ് 62% വോട്ട് കിട്ടിയത്. അയാൾ ജയിച്ചു, സ്വാഭാവികമായിട്ടും ജയിക്കുമല്ലോ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, എടാ 100 വോട്ടാണ് ആകെ ഉള്ളത്, ഒരുത്തൻ 62 കിട്ടി, എല്ലാവരും വോട്ട് ചെയ്തു. 100 പേരിൽ എല്ലാവരും വോട്ട് ചെയ്യാൻ വന്നു, ഒരുത്തൻ 62 കിട്ടി, മറ്റവൻ എത്ര കിട്ടും? 100 - 62 എത്ര? 38%. ആര് ജയിക്കും? 62 കിട്ടിയവൻ ജയിക്കുമോ 38 കിട്ടിയവൻ ജയിക്കുമോ? 62 കിട്ടിയവൻ ജയിക്കും. കൂടുതൽ വോട്ട് കിട്ടിയവൻ ജയിക്കും. അപ്പോൾ ഇയാൾ ജയിക്കും. ജയിക്കാനുള്ള കാരണം എന്താ? ആദ്യത്തെ ആൾ ജയിക്കാനുള്ള കാരണം എന്താ? എടാ രണ്ടാമത്തെ ആളിനേക്കാളും എത്ര കൂടുതൽ കിട്ടി? 38നേക്കാൾ 62 എന്ന് പറയുമ്പോൾ എത്ര കൂടുതലാ? 24% കൂടുതലല്ലേ? അതെ, ആ 24% എത്ര? 144 വോട്ടിന് ജയിച്ചു. ശതമാനത്തിൽ നോക്കുമ്പോഴേ 38% കിട്ടി, മറ്റവൻ 62 കിട്ടി. 38നേക്കാൾ എത്ര കൂടുതലാ? 24. ആ 24% എന്ന് പറയുന്നതാണ് മക്കളെ എത്ര? 144. എടാ അപ്പോൾ 1% എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 144/24 എന്ന് പറയുമ്പോൾ 12/2 എന്ന് എഴുതാം. രണ്ടിനെയും നമുക്ക് 12 കൊണ്ട് ഹരിച്ചാൽ 12/2. അതായത് 1% എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 6. ചോദ്യം എന്തുവാ? ടോട്ടൽ നമ്പർ ഓഫ് വോട്ട്സ്. ടോട്ടൽ നമ്പർ ഓഫ് വോട്ട് എത്രയാണ്? 1% 6 ആണെങ്കിൽ ടോട്ടൽ വോട്ട് നമ്മൾ എത്ര ആയിട്ട് എടുത്തേക്കുന്നത് മക്കളെ? 100 ഇവിടെ എടുത്തേക്കുന്നത്. 1% 6 ആണെങ്കിൽ 100% എത്ര മക്കളെ? 600. സോ ആൻസർ എത്ര? 600. 600 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ആൻസർ എത്ര? 600. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 5 ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. എനിക്കറിയാം ഞാൻ ഈ 5 എന്നൊക്കെ വലിയ കാര്യമായിട്ട് പറയുന്നെങ്കിലും 5 ചോദ്യങ്ങളൊന്നുമല്ല എന്ന് എനിക്ക് നന്നായിട്ട് അതറിയാം. പക്ഷേ സമയപരിമിതി മൂലവും അല്ലെങ്കിൽ നമുക്ക് വലിയ വീഡിയോ ചെയ്യുന്നതിനുള്ള ടെക്നിക്കൽ ബുദ്ധിമുട്ടുകൾ കൊണ്ടും ഒക്കെയാണ് നമ്മൾ ചോദ്യങ്ങളുടെ എണ്ണം കുറയ്ക്കുന്നത്. എന്നാൽ ഇനി ഇതേപോലെയുള്ള കൂടുതൽ പാർട്ടുകളായിട്ട് നമുക്ക് ചെയ്യാം. പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടും അല്ലെങ്കിൽ ഇനി ഞാൻ ഉദ്ദേശിക്കുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിക്കൊണ്ടും. ഇതെല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. എന്നാൽ കുറച്ചുകൂടെ അഡ്വാൻസ് ലെവലായിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് വീണ്ടും ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ നമുക്ക് ചെയ്തു പോകാം. ഇന്നത്തെ ഈ ഒരു വീഡിയോ, ഈ ഒരു ക്ലാസ് ഒരു LD ക്ലർക്ക് നിലവാരത്തിലുള്ള ഒരു ക്ലാസ് അല്ല. ഇതൊരു ഡിഗ്രി ലെവൽ പരീക്ഷ അല്ലെങ്കിൽ ഒരു ബാങ്ക് എക്സാം അല്ലെങ്കിൽ ഒരു SSC അങ്ങനെയുള്ള PSCയുടെ ഡിഗ്രി ലെവൽ പരീക്ഷകൾ, അങ്ങനെയുള്ള പരീക്ഷകൾക്ക് വേണ്ടിയുള്ള ഒരു ക്ലാസ്സാണ്. അപ്പോൾ ആ നിലവാരത്തിലുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്തത്. അപ്പം ഇതേപോലെയുള്ള കൂടുതൽ ക്ലാസ്സുകൾ നമുക്ക് ഇനിയും ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നമുക്കിനി വീണ്ടും അടുത്ത ക്ലാസ്സിലൂടെ കാണാം.